ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി സപ്ലൈകോ കഴിഞ്ഞ 33 ദിവസത്തിനിടെ 391.75 കോടി രൂപയുടെ വിറ്റുവരവാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ 385 കോടി രൂപ എന്ന റെക്കോർഡ് മറികടന്നു. 3 മെഗാ ട്രേഡ് ഫെയറുകളിലും റെക്കോർഡ് വിൽപ്പന നടന്നു. അനിരു അശോകനുടെ വിവരങ്ങളുമായി. അനിരു, അങ്ങനെ റെക്കോർഡ് തീർത്ത് മുന്നേറുകയാണ് സപ്ലൈകോ. തീർച്ചയായിട്ടും സോന, അങ്ങനെ തന്നെയാണ് പറയാൻ കഴിയുക. സംസ്ഥാനത്ത് പലചരക്ക് സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും അടക്കം വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴാണ് വിപണി ഇടപെടലുമായി സപ്ലൈകോ രംഗത്ത് വരുന്നതും. ഈ ഓണക്കാലത്തടക്കം 3 ജില്ലകളിലായി, അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി മെഗാ ട്രേഡ് ഫെയറുകളും മറ്റ് ജില്ലാ ഫെയറുകളും ആരംഭിച്ചുകൊണ്ട് വിപണി ഇടപെടൽ നടത്തിയത്. ആ വിപണി ഇടപെടൽ വളരെ വിജയകരമായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ സപ്ലൈകോ അറിയിക്കുന്നത്. 33 ദിവസം കൊണ്ട് ഏകദേശം 391 കോടിയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഓണക്കാലത്ത് 385 കോടിയാണ് വിൽപ്പന. അത് 35 ദിവസം വരെയാണ്. പക്ഷേ ഇപ്പോൾ 33 ദിവസം എത്തുമ്പോൾ തന്നെ ആ റെക്കോർഡ് സപ്ലൈകോ മറികടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പൊതുവിപണിയിലടക്കം അരിക്കടക്കം ഏകദേശം 54 രൂപ വിലയുള്ളപ്പോൾ സപ്ലൈകോയിൽ 33 രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും 249 രൂപയായിരുന്നത് ഇപ്പോൾ നിലവിൽ 229 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൊതുവിപണിയിലെ വിലയേക്കാളും വലിയ രീതിയിൽ വില കുറച്ച് കൊടുക്കുന്നതിന് കൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്കറിയാം 349 രൂപയ്ക്ക് വരെ സബ്സിഡി വെളിച്ചെണ്ണ കിട്ടിയ സ്ഥാനത്താണ് ഇത്തവണ 229 രൂപയ്ക്ക് കൊടുക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വിജയമാണ്. പക്ഷേ ഇത്തരത്തിൽ സപ്ലൈകോ നല്ല രീതിയിൽ വില കുറച്ച് കൊടുക്കുമ്പോഴും വിപണിയിൽ ഈ പറയുന്ന രീതിയിൽ അരിക്കും മറ്റ് പലവ്യഞ്ജന സാധനങ്ങൾക്കും പച്ചക്കറിക്കൊക്കെ ഒക്കെ വലിയ വിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഓണക്കാലത്ത് ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഈ വാഴയില. പക്ഷേ ഈ വാഴയിലയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 4 രൂപ 50 പൈസയായിരുന്നത് ഇന്ന് ചാലയിൽ, തിരുവനന്തപുരത്ത് ചാലയിൽ ഏകദേശം 22 രൂപയാണ് ആ വാഴയിലയ്ക്ക്. അപ്പോൾ എത്രത്തോളം ഈ ഓണക്കാലം അടുപ്പിച്ച് പൊതുവിപണിയിലുള്ള വിലക്കയറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഈ സമയത്ത് സപ്ലൈകോയുടെ ഒരു ഇടപെടൽ കാർഡുടമകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഈ ഓഗസ്റ്റ് മാസത്തിന് പുറമെ സെപ്റ്റംബറിൽ കൂടെ സബ്സിഡി സാധനങ്ങൾ കാർഡുടമകൾക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സോന.